എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയാസാണ്. അപ്പോൾ നമ്മൾ ജൂതന്മാർ എന്ത് ചെയ്യുന്നുള്ള പങ്ക്തി ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് ഒരു സിനഗോഗിൻ്റെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സിനഗോഗിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നോർത്ത് പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള ചേന്നമംഗലം എന്ന ദേശത്തെ സിനഗോഗാണിത്. അപ്പോൾ പറവൂർ സിനഗോഗിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കാർഡിൽ കൊടുത്തേക്കാം. ആ മേലെ ഇതിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ സിനഗോഗിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ ഈ ഓപ്പൺ ഏരിയയിൽ പുതിയ മരത്തിൻ്റെ പാളികൾ കണ്ടില്ലേ, ഇതെല്ലാം റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് ബലപ്പെടുത്തിയിരിക്കുന്നതാണ്. സിനഗോഗുകളുടെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇത് റിനോവേഷൻ ചെയ്തത് ആരാണ്, കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഓപ്പൺ ഏരിയയാണ് രണ്ട് സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ കത്തിച്ച് കളഞ്ഞ പള്ളിയാണിത്. ഒരു 450 വർഷങ്ങൾക്ക് മുമ്പ്. ഈ വിജാഗിരി കണ്ടില്ലേ, ഇത് ഡച്ച് കാലത്തെ വിജാഗിരി, ആണിയുടെ സ്റ്റൈലൊക്കെ ഡച്ച് മാതൃകയാണിത്. അപ്പോൾ അവരാണ് ഇത് പുനർനിർമ്മിച്ചത്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് സത്യം പറഞ്ഞാൽ ഈ ജൂതന്മാരെ കണ്ടുകൂടായിരുന്നു. ഇവർ ഈ നടന്ന് കത്തിക്കായിരുന്നു ഈ പള്ളികൾ മുഴുവൻ. അപ്പോൾ ആ കാലത്തെ പള്ളി നമുക്ക് നിലവിൽ ലഭ്യമല്ല. അപ്പോൾ ഇവിടെയുള്ള ഈ പള്ളി ഡച്ച് കാലത്ത് ഡച്ച് കേരള ശൈലിയിൽ പുനർനിർമ്മിച്ചതാണ്. കണ്ടില്ലേ, ഈ മരത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ റിനോവേഷൻ ചെയ്ത് ഒന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ജനലുകൾക്കൊക്കെ മിനിമം ഒരു 450-500 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് മീസാൻ കല്ലുകളോട് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ മീസാൻ കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖബർ അടക്കി കഴിയുമ്പോൾ അതിന് തലഭാഗത്ത് വെക്കുന്ന കല്ലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്താ പറയുക, ഡബിൾ ഹൈറ്റ് എന്നൊക്കെ പറയുന്നിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അപാരൊരു കൂളിംഗ് ആണ്. എന്താ പറയുക, ഒരു AC ഇട്ട റൂമിൻ്റെ പകുതി കൂളിങ്ങിലോട്ടാണ്. ഈ മീസാങ്കല്ലൊക്കെ വായിച്ചെടുക്കപ്പെട്ടിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. ഈ ചരിത്രകാരന്മാരും ഇസ്രായേലിലെ ആൾക്കാരൊക്കെ വന്ന് വായിച്ചിട്ടുള്ള കല്ലുകളാണ്. ഈ ഇരിക്കുന്നത് വിളക്കാണ് കേട്ടോ. ഇതിൻ്റെ മേലേക്കൊക്കെ സ്ട്രക്ചർ ഉണ്ട്. ഇതൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ്. പക്ഷേ ഇപ്പം പുരാവസ്തു വകുപ്പ് വളരെ വൃത്തിയായിട്ട് തന്നെ ഈ ഒരു സിനഗോഗ് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് കാവലുണ്ട്. പ്ലസ് ഇവിടെ ഒരു ആർക്കിയോളജി ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടാവും. ഈ കരിങ്കൽ തൂണൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം നല്ല പഴക്കമുള്ള തൂണാണ് കേട്ടോ. ഏകദേശം ഈ സിനഗോഗിൻ്റെ പഴക്കം തന്നെയുള്ള തൂണുകളാണ്. ഇനി പഴയ സിനഗോഗിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. പുറത്തുള്ള സ്ട്രക്ചറിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ് സ്ത്രീകൾക്കുള്ള പ്രവേശനം. അകത്തേക്ക് നേരെ പള്ളിയുടെ അകത്തോട്ട് സ്ത്രീകൾ കയറാറില്ല. ഈ ഒരു ചുറ്റുകോണിലൂടെയാണ് സ്ത്രീകൾ മുകളിലോട്ട് പ്രവേശിക്കുകയും നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചറിൻ്റെ മുകളിലൂടെ പള്ളിയുടെ മുകളിലെത്തുക വരും. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പള്ളിയുടെ എന്താ പറയുക റിനോവേഷൻ്റെ ഭാഗത്തിന് മുമ്പായിട്ട് ചേർത്തിട്ടുള്ളതാണ്. കാരണം ഈ കല്ലുകളൊക്കെ കണ്ടില്ലേ, ആ കല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഗ്രൂവ്സും കാര്യങ്ങളും കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേസ്റ്റ് വന്ന കല്ലുകൾ അടുക്കിയിട്ട് നടപ്പാത പോലെ തയ്യാറാക്കിയതായിരിക്കും പണ്ടത്തെ കാലത്ത് തന്നെ. കാരണം ആർക്കിയോളജി തീർത്തിട്ട് റിനോവേഷൻ ചെയ്തെങ്കിലും പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് തറഭാഗം കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കരിങ്കല്ലാണ് കൂടുതലായിട്ട് കാണാം. ഈ പടികളുണ്ടല്ലേ, ഇതും കരിങ്കല്ലിൻ്റെ വലിയൊരു സ്ലാബാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, പണ്ടത്തെ കാലത്ത് ഒരു കഷ്ടപ്പാട് ഊഹിക്കാമല്ലോ. പക്ഷേ ഈ സൈഡിൽ കാണുന്നത് വേറെ എന്തോ നിർമ്മിതിയാണ്, അല്ലെങ്കിൽ വേറെ എന്തോ അതും ഉണ്ടായിരുന്നിരിക്കാം. കാരണം അവിടെ ചെറിയൊരു കുഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുന്നറിയിപ്പായിട്ട് പറയാനുള്ള ചരിത്ര സ്മാരകമാണ്. ഇവിടെ കേടുപാടുകൾ കാര്യങ്ങളൊന്നും വരുത്താൻ പാടുള്ളതല്ല. അതെല്ലാം എന്താ പറയുക നിയമവിരുദ്ധവും കാര്യങ്ങളാണ്. കാരണം ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന ആളുടെ ഫാമിലിയുടെ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഇസ്രയേലിൽ നിന്നും ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് കൊടുത്ത സ്വീകരണമാണ് കാണുന്നത്. അന്ന് ഇത്രയും ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ജൂതന്മാർ മാത്രമല്ല, നാനാജാതി മതസ്ഥരുണ്ട്. കാരണം ഈ സിനഗോഗിനോട് തൊട്ടടുത്ത് ചേർന്നുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയും ഹിന്ദു അമ്പലവും ഉണ്ട്. ഇത് തൊട്ട് ബാക്കിലായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പോൾ 4 മതങ്ങളുടെ ഒരു സംഗമ കേന്ദ്രം കൂടിയായിട്ട് ചേന്നമംഗലം മാറിയിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ടൈം CCTV സർവൈലൻസിലാണ്. നമ്മുടെ കേരള ആചാരപ്രകാരമുള്ള ഒരു വാസ്തുശൈലി ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കാണാം. മച്ചിൽ വുഡ് കൊണ്ടാണ് ഈ ലോട്ടസ് മറ്റേ താമരില്ലേ അതൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നോക്കിയാലും കാണാം, ജനലിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ നല്ല ചിത്രപ്പണികളോട് കൂടിയ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അത് താഴ്ഭാഗത്ത് ഹോള്, എനിക്ക് തോന്നുന്നത് എയർ പാസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിരിക്കണം.
അപ്പോൾ ഡച്ച് കേരള മാതൃകയിലാണ് ഇവരിത് പൂർത്തിയാക്കിയിരിക്കുന്നത്. വാതിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, കരകൗശലം നിറഞ്ഞ് കവിഞ്ഞൊഴുകാന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെമ്പ് പട്ടയം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ തോറയുടെ ഒരു ചെറിയൊരു കോപ്പി, കാരണം തോറ മൊത്തത്തിലെടുത്ത് സൂക്ഷിക്കാമെന്ന് വെച്ചാൽ ഇതൊന്നല്ല, വലിയൊരു സൈസായിട്ട് തന്നെ വരും. ഇത് മൊത്തത്തിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് കേട്ടോ. പിന്നെ ജൂത തൊപ്പികൾ, മുസ്ലിങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ തൊപ്പികൾ ജൂതന്മാരും തല മറയ്ക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഏരിയ കഴിഞ്ഞു, ഫസ്റ്റ് നമ്മൾ കടന്നു വന്നു, അത് കഴിഞ്ഞിട്ട് മെയിൻ ഡോറ് കടന്നു കഴിയുമ്പോൾ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ 3 ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന് പുറത്തുനിന്ന് പറമ്പിലോട്ട് കിടക്കാം, പറമ്പിൽ നിന്ന് നമുക്ക് രണ്ടാമത് ഞാൻ കാണിച്ചല്ലോ ആ ഏരിയയിലോട്ട് കിടക്കാം. ഇനി ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വിളക്കുകൾ ശ്രദ്ധിച്ചില്ലേ, ഈ വിളക്കിൻ്റെ തൊട്ട് അടിയിലായിട്ടൊക്കെ ഒരുപാട് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള മരത്തിൻ്റെ വർക്കുകളുണ്ട്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ. അത് മരത്തിൻ്റെ കൊത്തിയെടുത്ത വർക്കാണ്, വരച്ചേക്കുന്നതല്ല, കൊത്തിയെടുത്തിരിക്കുന്നതാണ്. വാതിൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഇത്രയും പഴക്കം തന്നെയുണ്ട്. ഒരുപാട് ഈ താമരപ്പൂവിൻ്റെ എഫക്റ്റുകൾ ഒരുപാട് ഇവിടെ കാണാനുണ്ട്. അത് എല്ലായിടത്തുമായിട്ട് നമുക്ക് കാണാനുണ്ട്. ഇവിടെ നമുക്ക് കടന്ന് ചെല്ലുമ്പോൾ വിളക്കുകൾ മറ്റേ നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്ന, അതായത് ഡച്ചുകാരിൽ കൊണ്ടുവന്ന വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലും എന്താ പറയുക പഴക്കം ചെന്ന ഒരു മങ്ങിയ നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ ഈ മുസ്ലിങ്ങൾ മിമ്പറെന്നും ഈ ക്രിസ്ത്യൻസ് അൾത്താര എന്ന് പറയുന്ന ജൂതന്മാരുടെ ഒരു ഏരിയയാണ് ഇത്. ഇവിടെയാണ് ഇവിടെ ഒരു ഷെൽഫിലാണ് ഇവർ തോറ സൂക്ഷിക്കുന്നത്. ആ ഒരു റൗണ്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കാര്യം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. അവിടെയാണ് ഇവർ തോറ സൂക്ഷിക്കുന്നത്. ഇപ്പം അതിനകത്ത് തോറയുടെ ചുരുളുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ മെസ്സൂസ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. മെസ്സൂസ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ജൂതന്മാരുടെ പലവിധ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എല്ലാം ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബെഞ്ചിന്റെ കാല് പോലും നല്ലൊരു ഡിസൈൻ സിംഹക്കാലുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതെല്ലാം വളരെ നമുക്ക് അട്രാക്റ്റീവായിട്ടത്. പക്ഷെ ഈ ഒരു വിളക്ക് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ്സാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഫോട്ടോസിൽ കണ്ടിട്ടുള്ള ഗ്ലാസ് ഇതല്ല. ഇതിൻ്റെ ബേസിൽ ഇച്ചിരി കട്ടിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക ആ ഒരു വിടവ് നികത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിളക്കുകളെല്ലാം എന്താ പറയുക നല്ല ഭംഗിയുള്ള വിളക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഇലുമിനേറ്റ് ചെയ്തിട്ടില്ല, ബൾബ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒരു കാലത്ത് എണ്ണ വിളക്കും, പിന്നീട് മെഴുകും, പിന്നീട് ഇലക്ട്രിക്കൽ വിളക്കുമാണ് ഇവിടെ അവർ കൊടുത്തിരുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഒന്നും കണ്ടുവരുന്ന കാര്യങ്ങളല്ല. തോറ വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് സാധാരണ കയറി നിന്നിട്ട് ആളുകളോട് സംസാരിക്കുക, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് കേട്ടോ. ഇത് എന്താ പറയുക നല്ല ഒരുവിധ പഴക്കമുള്ള ഭാഗങ്ങൾ. ഇത് റിനോവേറ്റ് ചെയ്താണ്, ചില ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. എല്ലാ ഭാഗങ്ങളും അല്ല, ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഈ ഭാഗത്തും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ 450-500 വർഷം പഴക്കം, പിന്നെ കുറേ നാൾ നോക്കാൻ ആളില്ലാതെ കിടക്കാം. അപ്പോൾ തന്നെ ഒരു ജീർണാവസ്ഥയിലെത്തും, സ്വാഭാവികം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മേലെയാണ് കേട്ടോ സ്ത്രീകളും കുട്ടികളും ഒക്കെ പ്രാർത്ഥന സ്വീകരിച്ചിരുന്നത്, അല്ലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് താഴെയാണ്. അത് ഉൾക്കൊണ്ടിരുന്നത് എന്താ പറയുക പങ്കുകൊള്ളാന്നൊക്കെ പറയില്ലേ, അതൊക്കെ അവിടെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഡച്ച് മാതൃകയിലുള്ള ആ പട്ട വിജാഗിരി അതൊക്കെ കാണാം നമുക്ക്. ഇവിടെയായിട്ട് ഇവിടെ എന്താ പറയുക ഹീബ്രു ഭാഷയിലെ പുസ്തകങ്ങൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഫോട്ടോ എടുത്ത് അവർ വെച്ചിട്ടുണ്ട്. ഹീബ്രു, മലയാളം, ഇംഗ്ലീഷ് പ്രൈമറി യൂസ്ഡ് ഇൻ ഹീബ്രു ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നതാണിത് ഹീബ്രു പഠിപ്പിക്കാനായിട്ട്. തൊട്ടടുത്തായിട്ട് പണ്ടത്തെ ചേന്നമംഗലം പള്ളിയുടെ ഫോട്ടോ ഒരെണ്ണം സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടികൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അവിടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയായിട്ട് കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവർ വിഗ്രഹാരാധകർ അല്ല. പക്ഷെ ഞാനൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ജൂതർ ഇന്ത്യയിൽ നിന്നുള്ളൊരു പങ്ക്തി വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബുക്കിലുള്ളത് പോലെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ 1969 ഗ്രാജുവേഷൻ കഴിഞ്ഞ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ 2 ജൂത പെൺകുട്ടികളുടെ അടുത്തിരിക്കുന്ന 2 ഹിന്ദു പെൺകുട്ടികൾ എന്നുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാവുന്നതാണ്. അപ്പോൾ മേലെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ നിന്നിട്ടാണ് സ്ത്രീകളും കുട്ടികളും പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടുന്ന് നല്ല വിശാലമായൊരു വ്യൂ ആണ്
അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പങ്കുകൊണ്ടിരുന്നത്. നമ്മളിനി അടുത്തതായിട്ട് കയറാൻ പോകുന്നത് ഹീബ്രു പഠിപ്പിച്ചിരുന്ന ഓത്തുപള്ളിയിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ഹീബ്രു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ എടുത്തിരുന്നത്. ഇവിടെയും നമുക്ക് നല്ല ഭംഗിയുള്ള അഴികളുള്ള ജനലുകൾ കാണാം. മാത്രമല്ല കളർ കൊണ്ട് തന്നെ ഒന്ന് ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാം. ഇവിടെയാണ് ഹീബ്രു ക്ലാസ്സും കാര്യങ്ങളും നടന്നിരുന്നത്. ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന സ്ത്രീകളൊക്കെ ഇരുന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇതും അതിനോട് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വരുന്നത് നമ്മൾ പുറത്ത് നിന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ സ്ട്രക്ചർ കാണിച്ചിരുന്നില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ. ഇപ്പോൾ പടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മലബാർ ജൂതന്മാരുടെ വസ്ത്ര രീതി കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ടത്തെ സിനിമയിൽ മുസ്ലിം സ്ത്രീകൾ ധരിക്കലോട്ട് തന്നെ പട്ട് വസ്ത്രം, മറ്റേ പട്ട് കുപ്പായം എന്ന് പറയില്ലേ, ആ കുപ്പായമാണ് അവർ ധരിച്ചത്. പിന്നെ ലുങ്കി, നമ്മളെ ഇപ്പോഴത്തെ മലേഷ്യൻ ലുങ്കി എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഷെയ്ഡുള്ളതുകൊണ്ട് ഇത് പ്രാവ് കയറാതിരിക്കാൻ വേണ്ടി ഇവർ വെച്ചിരിക്കുന്ന ഗ്രില്ലാണിത്. ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഈ പ്രാവൊക്കെ കയറി കാഷ്ടിച്ചിട്ട് ഒരുപാട് വൃത്തിയായി കിടക്കുമായിരുന്നു. അതിനുശേഷം ഒന്നുകൂടി ഇന്നോവേറ്റ് ചെയ്ത് ഇത് സ്ത്രീകൾ, ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ലേ, സ്ത്രീകൾ കയറി വരുന്ന ഗോവണി, ആ ഗോവണിയാണിത്. അപ്പോൾ നമ്മളിവിടെ എവിടെ പോയാലും നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു ജൂത സിനഗോഗ്. അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഫോട്ടോസ് ഞാനൊന്ന് കാണിച്ചിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് 2 ജൂത പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുന്നത്, 2 ഹിന്ദു പെൺകുട്ടികളെന്നോ അല്ലെങ്കിൽ ഒരു ജൂത പെൺകുട്ടിയോട് അങ്ങനെയാണ് ഇതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ആ താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അത് നിങ്ങൾക്ക് പോസ് ചെയ്താൽ അത് കറക്റ്റായിട്ട് വായിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങൾ, ഫാമിലിയുടെ ഫോട്ടോസ്, ഇതെല്ലാം അവിടെ എന്താ പറയുക, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളേജിലൊരു ആർട്ട് ഡേക്ക് ഒരു നാടകത്തിനിടയ്ക്കെടുത്ത ഫോട്ടോയാണ് ആ കാണുന്നത്. പിന്നെ ഈ ജൂതന്മാർ കൂടി നിന്നെടുത്ത ഫോട്ടോസാണ് കൂടുതൽ ഇവിടെ ചെയ്തിരിക്കുന്നത്, കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഈ സൈഡിലായിട്ട് 10 കൽപ്പനകൾ കാര്യങ്ങളൊക്കെ, ജൂതന്മാരുടെ 10 കൽപ്പനകൾ കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻസിനുള്ളത് പോലെ തന്നെ ജൂതന്മാർക്കും 10 കൽപ്പനകളുണ്ട്. മുസ്ലിംസിനുള്ളത് പോലെ തന്നെ ജൂതന്മാർക്കും ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. കോഷറാണ് അവരുടെ ഭക്ഷണം. മുസ്ലിങ്ങൾക്ക് ഹലാൽ എന്ന് പറയുന്ന പോലെ ജൂതന്മാർക്ക് കോഷറാണ്. അതിൽ വ്യത്യാസം വരുന്നത് മുസ്ലിങ്ങൾ ഒട്ടകത്തെ കഴിക്കും, ജൂതന്മാർ ഒട്ടകത്തെ കഴിക്കില്ല. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കുളമ്പുള്ളവയെ കഴിക്കാൻ പാടില്ല. ജൂതന്മാർ പന്നിയിറച്ചി കഴിക്കില്ല, പന്നിയിറച്ചി അവർക്ക് ഹറാമാണ്. അവർക്ക് കോഷറല്ല, കോഷറായിട്ടുള്ള ഭക്ഷണമല്ല പന്നിയിറച്ചി. അത് അയവിറക്കാത്ത ജീവി ആയതിൻ്റെ പേരിലാണ് പന്നിയിറച്ചി ജൂതന്മാർ കഴിക്കാത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോസ് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. ബാക്കിയെല്ലാം മുസ്ലിങ്ങളെ പോലെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത്, കക്കിറച്ചി, കൂന്തൽ ഈ വക സാധനം കൂട്ടുക കേട്ടോ. കാരണം ബ്ലഡുള്ള ഇറച്ചിയെ മുസ്ലിങ്ങളും ജൂതന്മാരും കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ശാബത്തിനെ കുറിച്ചുള്ള, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇവരെല്ലാം പണിയും ഒഴിവാക്കി സന്ധ്യാനേരത്ത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവർ ശാബത്ത് ദിനത്തിലോട്ട് കിടക്കും. അതിൻ്റെ പേരിൽ തന്നെ ശാബത്ത് ദിനത്തിൽ ഒരു പണിയും ഇവർ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് എന്തിന്, ലൈറ്റ് പോലും ഇപ്പോൾ റൂമിൻ്റെ വാതിലടയ്ക്കുക കാര്യങ്ങളൊക്കെ, വാതിലടയ്ക്കുന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് ലൈറ്റിൻ്റെ കാര്യങ്ങൾ പോലും അവർ ചെയ്യാറില്ല. അപ്പോൾ അതിന് വേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് വെച്ചേക്കും. ഈ ബ്രീത്ത് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്താണ്. മറ്റേ ലിംഗ അഗ്ര ചർമ്മില്ലേ, അത് ചെയ്തിരിക്കുന്നത് 10 കൽപ്പനകളാണിത്. ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും വിഗ്രഹമോ പ്രതിമയോ ഉണ്ടാക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം ദുരുപയോഗം ചെയ്യരുത്. ശാബത്ത് ആചരിക്കണം, വിശുദ്ധമായി കൊണ്ടാടണം. നിന്റെ മാതാവിനെ പിതാവിനെയും ബഹുമാനിക്കണം. കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്, അയൽക്കാരൻ്റെ സ്വത്തോ ഭാര്യയെയോ മോഹിക്കരുത്. ഇതൊക്കെ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? അത് അങ്ങനെയാണ് മതത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒരു ജൂതർ ഇന്ത്യയിൽ നിന്നുള്ള പങ്ക്തിയിൽ ചെയ്തപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട്, ജൂത ഹിന്ദുക്കൾ ചെയ്തപ്പോൾ തന്നെ പലരും വന്ന് പറയുന്നുണ്ട് ജൂതന്മാർ ഇതിനെ ആരാധിക്കില്ല, വിഗ്രഹത്തെ ആരാധിക്കില്ല. ഇപ്പോൾ ഏകദൈവ വിശ്വാസികളായ മുസ്ലിങ്ങളും ആരാധിക്കില്ല, പക്ഷേ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതില്ലേ, ദൈവത്തിൽ പങ്ക് കൽപ്പിക്കുന്ന ആൾക്കാരില്ലേ. ഇപ്പോൾ ദൈവത്തിലേ സാധിക്കുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ തന്നെയല്ലേ, ഇപ്പോൾ ദൈവത്തെ ആരാധിക്കും, ദൈവത്തില്ലാതെ വേറെ പല പരിപാടി നടക്കുന്നുണ്ടോ. ക്രിസ്ത്യാനികളും തന്നെ അതിനെ എതിർക്കുന്നുണ്ട്.
ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ട്. അതൊക്കെ ഇപ്പോൾ ഒരു മതത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യണമെന്ന് ആരും വാശി പിടിക്കരുത്. അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലായാലും മുസ്ലിങ്ങളായാലും ജൂതന്മാരായാലും എല്ലാ മതത്തിൽ പറഞ്ഞതുപോലെ ഒന്നുമല്ല ചെയ്യുന്നത്. എല്ലാവരും കള്ളസാക്ഷ്യം പറയാറുണ്ട്, പല പണി ഒപ്പിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയുടെ ഭാഗമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ജൂത ഹിന്ദുക്കൾ എന്നുള്ള ഒരു ഇതിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലാക്കാം, ജൂതരുടെ ഇവിടുത്തെ വക്താക്കളായിട്ട് ആരെയും ജൂതന്മാർ തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം എനിക്കിപ്പോൾ 3 ജൂത ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് കേട്ടോ മെസൂസ. ഇതിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ അകത്തേക്ക് കയറാം. ഇപ്പോൾ മുസ്ലിങ്ങൾ ബിസ്മി ചൊല്ലി ഒരു വീടിനകത്ത് പ്രവേശിക്കുന്ന പോലെ ഈ മെസൂസയിലുള്ളത് തോറയിൽ നിന്നുള്ള ചുരുളുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് മടങ്ങി വരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഇതായിട്ട് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ജൂതർ അങ്ങനെയാണ്, ജൂതർ ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ദൈവം തമ്മിലെ സഹായിച്ച് അതിപ്പോൾ ഞാനീ പറയുന്നത് ഏത് ദൈവമാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഏകരായ ദൈവത്തെയാണ് പറയുന്നത്. ദൈവം തമ്മിലെ സഹായിച്ച് എനിക്കിപ്പോൾ ജൂതരെക്കുറിച്ച് നല്ല അറിവുണ്ട്. ജൂതർ എവിടെയാണ് നിൽക്കുന്നത്, ക്രിസ്ത്യാനി എവിടെയാണ് നിൽക്കുന്നത്, മുസ്ലിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഹിന്ദുക്കൾ എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ദയവ് ചെയ്ത് വർഗീയ പ്രചാരണമായിട്ട് കമൻറ്റ് ബോക്സിലോട്ട് ആരും വരണമെന്നില്ല. ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമുള്ളവർ മാത്രം ദയവ് ചെയ്ത് എന്നെ ഫോളോ ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.